പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ മാധുര്യമേറിയ നാമം എല്ലാവരുടെയും മധുരങ്ങളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 89-15 തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ മുഖപ്രകാശത്തിൽ നടക്കാൻ നമുക്കെന്നും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് രമ്യ വരുൺ. ഞാൻ അജ്മാനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഭർത്താവും 2 കുട്ടികളുമായി താമസിക്കുന്നു. നാട്ടിൽ താമരശ്ശേരി രൂപതയിലെ സെന്റ് മേരീസ് ചർച്ച് കണ്ണോത്താണ് എൻ്റെ ഇടവക. എൻ്റെ പേര് ഫിലോമിറ്റീന. ഞാൻ അജ്മാനിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഹസ്ബൻഡ് കുഞ്ഞുമായിട്ട് താമസിക്കുന്നു. ഞാൻ നാട്ടിൽ തിരുവനന്തപുരം അതിരൂപതയുടെ സെന്റ് ഡൊമിനിക് വെട്ടുകാട് ഇടവക അംഗമാണ്. ടീന, ചെറുപ്പം മുതലുള്ള വിശ്വാസ ജീവിതത്തെ പറ്റി ഒന്ന് പറയാമോ? രമ്യ ചേച്ചി, എൻ്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതം തുടങ്ങിയത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. എൻ്റെ പപ്പയും അമ്മയും പകർന്നു തന്ന വിശ്വാസം ആണ് ഞാൻ ഉൾക്കൊണ്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ പപ്പ വെളുപ്പിനെ എണീറ്റിരുന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതും തിരുഹൃദയത്തിൻ്റെ മുമ്പേ പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഞാൻ വിശ്വാസത്തിലൂടെ കൂടുതൽ അടുത്തതും. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ അമ്മ മരിച്ചുപോയത്. അമ്മ മരിച്ചു പോയപ്പോൾ എനിക്ക് അമ്മയായിട്ട് കിട്ടിയത് പരിശുദ്ധ മാതാവിനെയായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ അമ്മ രോഗിയാകുന്നതും അസുഖം മൂലം കിടപ്പിലാകുന്നതും അപ്പോഴായിരുന്നു. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ മൊത്തം ഞാനായിരുന്നു നോക്കിയിരുന്നത്. മരുന്ന് കൊടുക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു ചെയ്തിരുന്നത്. അന്ന് അമ്മ പറയുമായിരുന്നു, മോളൊരു നേഴ്സാവണമെന്ന്. അതുകൊണ്ടായിരിക്കും ദൈവകൃപയിൽ ഞാൻ നഴ്സിംഗ് എടുത്തത്. ചേച്ചി, ഈയിടെയാണ് ചേച്ചിയെ ഒരു സഹനത്തിലൂടെ ഈശോ കടത്തിവിട്ടത്. അപ്പോൾ ഞങ്ങൾ കൂട്ടായ്മയിലൂടെ ചേർന്നിരുന്ന് ചേച്ചിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ആ അനുഭവം ഒന്ന് പങ്കുവെക്കാവോ? ഞാൻ ഈ സഹനത്തിലൂടെ കടന്നുപോയത് ഈശോയുടെ മഹത്വം എന്നിൽ വെളിപ്പെടാൻ വേണ്ടിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞു പോയ പെസഹ വ്യാഴാഴ്ച, അതായത് ഏപ്രിൽ 17-ാം തീയതി, ഞാൻ ഒരു നോർമൽ ഡേ ആയിരുന്നു. അന്ന് രാവിലെ പതിപോലെ എണീറ്റ്, എനിക്കന്ന് ലീവായിരുന്നു. അപ്പോൾ പെസഹയ്ക്ക് വൈകുന്നേരം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അന്ന് ലീവ് എടുത്തത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡോട് ഒന്ന് പുറത്തോട്ട് പോകാൻ ഇറങ്ങി. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഇടത്തെ കാലിന് ഒരു ചെറിയ വേദന വന്നു. അപ്പം സാധാരണ മസിൽ പെയിൻ പോലെയൊക്കെ ആയിരിക്കുന്നു വിചാരിച്ച് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേദന ഇച്ചിരി കൂടിയ പോലെ തോന്നിയപ്പോൾ ഒന്ന് പുറത്ത് ഇറങ്ങി ഒന്ന് നടന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ തിരിച്ചു വണ്ടിയിലോട്ട് കയറാൻ നോക്കിയപ്പോൾ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഈ ഇടത്തെ കാല് പൊക്കി വെച്ച് കയറാൻ പറ്റണില്ല. അങ്ങനെ ഒരു തരത്തിൽ കയറി. പിന്നെ ഞങ്ങൾ പോയി അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെയിൻ കില്ലർ കഴിച്ചായിരുന്നു ഈ വേദന മാറാൻ വേണ്ടി. അങ്ങനെ ഏകദേശം വൈകുന്നേരം ആയിട്ടും ഈ വേദന കുറയുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ വേദന ഭയങ്കര കൂടി, എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തെത്തി. അങ്ങനെ ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ചാണ് കൂനി നടന്നൊക്കെയാണ് അങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ കണ്ടത് സ്പൈനൽ കനാൽ ചുരുങ്ങുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് എനിക്ക് യാതൊരുവിധ അസുഖങ്ങളൊന്നും ദൈവകൃപയാൽ ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഒന്നുമില്ല. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എക്സ്റേ എടുക്കാനൊക്കെ അന്ന് തീരെ പറ്റില്ലായിരുന്നു. കാരണം നിവർന്ന് കിടക്കണം എക്സ്റേക്ക്. അപ്പോൾ എനിക്കാണ് നിവർന്ന് കിടക്കാൻ തീരെ പറ്റില്ല. നിവരാൻ തുടങ്ങുമ്പോഴത്തേനും ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെനിക്ക് ഏറ്റവും കൂടിയ പെയിൻ കില്ലർ മോർഫിനൊക്കെ തന്നു. അപ്പോൾ ഞാൻ കുറച്ച് റിലാക്സ് ആയി. അങ്ങനെയാണ് എക്സ്റേ ഒക്കെ എടുക്കാൻ പറ്റിയത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കൂടുതൽ നമുക്കറിയണമെങ്കിൽ MRI ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. MRI ചെയ്യാൻ വേണ്ടിയിട്ട് വീക്കെൻഡ് ആയിരുന്നു. അപ്പം 3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പിള്ളേർ തന്നെയാണ്, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ 1-2 പേരൊക്കെ അത് അറിഞ്ഞായിരുന്നു. അപ്പോൾ അവരൊക്കെ വിളിച്ച് പറഞ്ഞു ഹോസ്പിറ്റലായിട്ട് തന്നെ ഇത്രയും വലിയൊരു പെയിൻ കില്ലർ എടുത്തിട്ടാണ് ഇപ്പം നീ പിടിച്ചു നിൽക്കുന്നത്. വീട്ടിൽ ചെന്ന് ഒരു പെയിൻ കില്ലർ പോലും ഇല്ലാതെ എങ്ങനെ നിൽക്കും? അതുകൊണ്ട് തൽക്കാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ എല്ലാവരും ഒന്ന് ഉപദേശിച്ചു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ 3 ദിവസം എങ്ങനെ കടന്നു പോകുന്നുള്ളതായിരുന്നു പിന്നീടുള്ള ആ ഒരു ചിന്ത. അങ്ങനെ എന്തായാലും ആ സമയത്ത് അതിലൂടെ കടന്നു പോകാൻ ഈശോ അനുവദിച്ചു. ചേച്ചിയുടെ ഈ സഹനം കടന്നു പോകുന്നത് പെസഹ വ്യാഴത്തിലൂടെ ആയിരുന്നു. ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും ഈശോയുടെ പീഡാസഹനത്തിന്റെ ആ ഒരു ഈശോയുടെ വേദനയോടുകൂടി ചേച്ചിക്കും പങ്കുചേരാൻ കഴിഞ്ഞില്ലേ? അതെ, അതായിരുന്നു ആ സമയത്ത് എനിക്കുള്ള ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ ഈശോയുടെ വേദനയെ പറ്റി ആ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റേത് വളരെ ചെറിയൊരു വേദനയാണ്. പക്ഷെ നമ്മൾ മാനസികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്നതിലും അപ്പുറത്തായിരുന്നു ആ വേദന. എന്നാലും അങ്ങനെ 3 ദിവസം കടന്നുപോയി. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, കാരണം MRI ചെയ്താലേ നമുക്ക് ഡയഗ്നോസിസ് ആവത്തുള്ളൂ. അപ്പോൾ പെയിൻ കില്ലർ എടുത്ത് ആ ദിവസങ്ങൾ കടന്നുപോയി. ഈസ്റ്റർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ MRI കഴിഞ്ഞു. MRIയുടെ റിസൾട്ടായിട്ട് ഡോക്ടർ പറഞ്ഞത് ഡിസ്ക് പ്രൊലാപ്സ് ആണെന്നാണ്. അതായത് ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്നിട്ട് ഇടത്തേ കാലിലേക്ക് വരുന്ന ഞരമ്പിനെ കംപ്രസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് എനിക്ക് അത്രയും വേദന വരുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഉണ്ടാവുന്നതും കൂടി അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണ് എനിക്ക് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ ഇതിനുള്ള ആകെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ സർജറി ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പൈനൽ സർജറിയാണ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എനിക്ക് നല്ല പേടിയായിരുന്നു സർജറി ചെയ്യാൻ. അപ്പം ആ ഒരു കാരണം കൊണ്ട് കൂടി തന്നെ ആയിരിക്കും ഇത് ഈശോയ്ക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ ഫാമിലിയും ഞങ്ങൾ സർജറി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. വേറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോഴും ഈ സ്റ്റേജിൽ വേറെ ഒന്നുമില്ല എന്ന് അവർ പറഞ്ഞ് സർജറി മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജായി. തിരിച്ചു വീട്ടിൽ വന്നപ്പം എനിക്ക് ഒരു നിസ്സഹായാവസ്ഥയായിരുന്നു. നേരത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നടക്കുന്നു, ഇപ്പം ഒന്നും പറ്റുന്നില്ല. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബെഡിൽ കിടക്കുന്നു. ഏത് കാര്യത്തിനും പരസഹായമില്ലാതെ എനിക്ക് പറ്റത്തില്ല. വീടിനുള്ളിൽ കൂടെ തന്നെയാണെങ്കിലും വീൽ ചെയറിലാണ് മൂവ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, മാറ്റമൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞു, യാതൊരുവിധ മാറ്റവും ഇല്ല. അതെന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ കൂടുതലായിട്ടും കർത്താവിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം എന്നായി അപ്പോഴത്തെ ചിന്ത. പക്ഷെ അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ സമയത്ത് നാട്ടിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഫർദർ കോംപ്ലിക്കേഷനിലേക്ക് മാറും. അതായത് ചിലപ്പോൾ എൻ്റെ ഈ കാലങ്ങ് തളർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അതിൻ്റെ പിന്നീടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നാട്ടിൽ പോകാനും പറ്റാത്ത ഒരവസ്ഥയായി. ഇതായിരുന്നു എൻ്റെ ആ സഹനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ചേച്ചി ഈ സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ ആ ധൈര്യം ചേച്ചിക്ക് എങ്ങനെ കിട്ടിയത്? ആ സമയത്ത് എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമായിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുന്നു, നാട്ടിലുള്ള എല്ലാ ഫാമിലിയും, റിലേറ്റീവ്സ്, ഇവിടെയുള്ള ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മ, പിന്നെ പള്ളിയിലുള്ള പല കൂട്ടായ്മ, എല്ലായിടത്തും നമ്മൾ പ്രെയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഇത്രയും വേദനയിൽ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ആ സമയത്ത് എനിക്ക് തിരിച്ചറിവുണ്ടായി. കാരണം ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആ വീക്കിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പിള്ളേർ സ്കൂളിലും പോയി, ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. ഞാനാണ് തീവ്ര വേദന. ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് പെയിൻ കില്ലർ കിട്ടും, വീട്ടിൽ യാതൊരുവിധ മെഡിസിൻ ഒന്നുമില്ല. അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയും മാതാവ് എൻ്റെ അടുത്തൊന്ന് വന്നിരുന്ന് എന്നെ ഒന്ന് സുഖപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഈ വേദന ഒന്ന് കുറച്ച് തരണമെന്ന്. കാരണം എനിക്ക് വേദനയായിരുന്നു അന്ന് ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ആ സമയത്ത് നമ്മൾ രോഗസൗഖ്യ ആരാധനകളൊക്കെ ഓൺലൈനായിട്ട് കൂടും, പിന്നെ ടോക്കുകൾ കേൾക്കും, പിന്നെ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ആ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു. കാരണം എനിക്ക് മനസ്സിലായി എൻ്റെ മുഴുവൻ പ്രത്യാശയും എൻ്റെ ഈശോയിലാണ്. കാരണം ഈശോയ്ക്ക് അല്ലാതെ വേറെ ആർക്കും എന്നെ സർജറി കൂടാതെ സുഖപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി. പിന്നെ അപ്പം തന്നെ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വേദനയിൽ ഒരു കുറവ് വന്നപ്പോൾ ഞങ്ങൾ വീൽ ചെയർ അസിസ്റ്റൻസോടെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്തു. നാട്ടിൽ ചെന്ന് പല ട്രീറ്റ്മെൻറ്റും എടുക്കാമെന്ന് പലരും ഉപദേശിച്ചു. പക്ഷേ ഇത്രയും സിവിയറായ സിറ്റുവേഷൻ ആയതുകൊണ്ട് വേറെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയില്ല. പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അവരെല്ലാവരും MRI കാണുന്ന എല്ലാവരും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി ആണെന്ന് തന്നെയാണ് നാട്ടിലും പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങളൊരു സ്പൈനൽ സർജനെ നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ കാണിച്ച് ആ ഡോക്ടറിനെ ആദ്യത്തെ വിസിറ്റ് ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറിക്കുള്ള കേസാണ്, എത്രയും വേഗം സർജറിക്ക് വേണ്ടിയുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു.
അങ്ങനെ രണ്ടാമത്തെ വിസിറ്റിലും ഡോക്ടർ അതേപടി തന്നെ സംസാരിച്ചു. മൂന്നാമത്തെ വിസിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ തീക്ഷ്ണതയോടെ പരിശുദ്ധ അമ്മേനെയും കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് പോകുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ വേണം. കാരണം ഏകദേശം 2 മാസം ആകാനായി അപ്പോഴേക്കും. അപ്പോൾ ഇനി അധികം മുന്നോട്ട് പോയാൽ നമുക്കും സമയക്കുറവുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നൊരു തീരുമാനമാക്കി തരണം. അങ്ങനെ എൻ്റെ ജപമാലയും എൻ്റെ കാശുരൂപവും ഒക്കെ മുറുകെ പിടിച്ചാണ് ഞാൻ അന്ന് അപ്പോയിൻമെൻറ്റിന് ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത്. അന്ന് എന്നെ കണ്ടപ്പോഴേ ഡോക്ടർ വലിയ ഹാപ്പി ആയിട്ട് പറയാം, നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന്. അപ്പൊ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതമായി തോന്നി. അങ്ങനെ ഡോക്ടർ അസസ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ, ഇനി സർജറിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ സർജറിക്ക് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിക്കവറി ഇപ്പം എന്നിൽ കാണാനുണ്ട്. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞത്, താൻ ഭയങ്കര ലക്കിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇത് ലക്കൊന്നുമല്ല, ഇതെന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് അവിടെ ഒന്ന് ഉറക്കെ വിശ്വാസത്തോടെ പറയാൻ സാധിച്ചു. അതിനുശേഷം പതിയെ ഞാൻ പോലും അറിയാതെ ഞാൻ പൂർണ്ണമായിട്ട് റിക്കവറായി. അന്നൊക്കെ എനിക്കൊരു 5 മിനിറ്റ് പോലും നടക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റ് നടക്കുമ്പോഴത്തേനും കൊണ്ട് വലിഞ്ഞു മുറുകുന്ന ഒരു വേദന വരും. അപ്പോൾ എവിടെയെങ്കിലും വേഗം ഇരിക്കണം. അങ്ങനെയായിരുന്നു ആ സമയത്തെ അവസ്ഥ. പക്ഷെ അത് പിന്നീട് 5 മിനിറ്റ്, അരമണിക്കൂറായി, 1 മണിക്കൂറായി എനിക്ക് നടക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ തിരിച്ചു വന്നു. അപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ചോദിച്ചു, സർജറി കൂടാതെ ഞാൻ എങ്ങനെ റിക്കവറായി വന്നത്. അപ്പം എല്ലാവരോടും എനിക്ക് മറുപടി ആയിട്ട് പറയാനുള്ളത്, 1 കൊറിന്തോസ് 15:10 പറയുന്നത് പോലെ, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നതോ അത് ദൈവകൃപയാലാണ്. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇപ്പം ഫുൾ ടൈം ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിലും എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലും ഈശോയുടെ ഒരു വലിയ സാക്ഷിയായി മാറാൻ സാധിച്ചു. ടീന, UAE ആദ്യമായിട്ട് വരുന്നത് കല്യാണത്തിന് ശേഷമാണോ? അതെ ചേച്ചി, ഞാൻ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുമ്പായിരുന്നു എനിക്കൊരു കോവിഡിന്റെ പ്രോജക്റ്റിൽ എനിക്കിവിടെ ഒരു ഫീൽഡ് ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. അപ്പോൾ എനിക്ക് ഇവിടുത്തെ UAE ലൈസൻസിങ്ങും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാൻ ലൈസൻസിങ് എക്സാമിന് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഈ 4 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരു അറ്റംപ്റ്റ് കൊടുത്തു. പക്ഷെ അതെനിക്ക് ക്ലിയർ ആവാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും കോവിഡിന്റെ പ്രോജക്റ്റ് കഴിഞ്ഞു, ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോഴും ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ പഠിച്ചായിരുന്നു. ലൈസൻസിന്റെ എക്സാമിന് ഒത്തിരി പഠിക്കണം, എന്നാലേ പാസ്സാവുള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി പഠിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ മാതാവിനെ മുറുകെ പിടിക്കുമായിരുന്നു, പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ എക്സാമിന് ഒരു ദിവസം എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ താലിമാലയുടെ കൂടെ എനിക്കൊരു മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. അതിൽ പിടിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും ടച്ച് ചെയ്തത്. അതിലൂടെ എനിക്ക് മനസ്സിലായത് എൻ്റെ ബുദ്ധിയിലൂടെ അല്ല ഞാൻ ഈ ഓരോ ആൻസറും ചെയ്തത്. മാതാവ് എനിക്ക് വേണ്ടി ഓരോ ആൻസറും സെലക്ട് ചെയ്ത് തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് 1 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരിച്ച് UAE വരുന്നു. ഞാൻ വരുമ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷയോടാണ് വരുന്നത്. ലൈസൻസ് എക്സാം ഒക്കെ ക്ലിയർ ആയി, എലിജിബിലിറ്റി ലെറ്റർ ഒക്കെ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടാനും എനിക്ക് ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ കഴിയുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു അന്ന്. അപ്പോൾ ജോലി കിട്ടാൻ വളരെ പാടായിരുന്നു. എന്നിരുന്നാലും ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. സെലക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യിപ്പിക്കാം, അവർക്ക് വേക്കൻസി ഉണ്ട്, നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ കാരണങ്ങൾ കാരണം അവർ ഭയങ്കര ഡിലേ ആയി. ഓരോ ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ബെഡ് സ്പേസിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. എൻ്റെ റൂമിൽ എല്ലാവരും ജോലിക്കാരായിരുന്നു. എന്നും രാവിലെ അവർ എണീറ്റ് പോകുമ്പോൾ ഞാൻ മാത്രം റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. അതായിരുന്നു ഒത്തിരി വിഷമത്തിൽ കൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ കാശ് അയച്ചു തരുമായിരുന്നു. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയായിരുന്നു ആ സമയം കടന്നുപോയത്. നിൽക്കാനായിട്ട് അക്കോമഡേഷൻ്റെ കാശ്, ഫുഡിൻ്റെ കാശ്, അതെല്ലാം എനിക്ക് നാട്ടിൽ നിന്നായിരുന്നു അയച്ചു തന്നിരുന്നത്. ഇവിടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, കസിൻ ബ്രദർ. പക്ഷേ പുള്ളിക്കും അത്ര നല്ലൊരു ജോലിയല്ലായിരുന്നു. എന്നിരുന്നാലും ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹം എനിക്ക് കഴിയുന്നതും പൈസയൊക്കെ കൊണ്ട് തരുമായിരുന്നു. അതൊക്കെ എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മയിലൂടെ വരുന്നു. ഓരോ ദിവസവും എണീക്കുമ്പോഴും ഓരോ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ എണീക്കുന്നത്. ഡെയിലി ഞാൻ HR പോയിട്ട് HR മാനേജറിനെ ഓരോ ദിവസവും ഓരോ വ്യക്തികളെ കണ്ട് ഞാൻ
കരഞ്ഞ് ഞാൻ ചോദിക്കും എന്നെ എന്ന് ജോയിൻ ചെയ്യിപ്പിക്കാവോ. അപ്പോൾ ഈ ഓരോ 3 മാസം കടന്നു പോയത് ഇങ്ങനെയായിരുന്നു. 3 മാസത്തിൽ ഓരോ ദിവസവും ഞാൻ ആ ഹോസ്പിറ്റലിലെ വർക്കിംഗ് ഡേയ്സിൽ ഞാൻ ശനി ആവരുത് എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ശനി ഞായറും ഓഫായതുകൊണ്ട് HR അവധിയാണല്ലോ. അപ്പൊ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ഓടിപ്പോയി അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം അവിടെ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ 3 മാസം കടന്നുപോയി. എൻ്റെ വിസിറ്റിംഗ് വിസ തീർന്നു. വീണ്ടും ഞാൻ റിന്യൂ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ റൂമിൽ ജോലിയില്ലാതെ ഒരു ചേച്ചിയും കൂടെ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സമയം എന്ന് പറയുന്നത് ഈശോയുടെ പീഡാനുഭവ കാലമായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുരിശിൻ്റെ വഴി എത്തിക്കുന്നതൊക്കെ ഇപ്പം എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ കാലഘട്ടമായിരുന്നു ഞാൻ എന്നും ഈ HR പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയെന്ന്. ഒത്തിരി ചൂടായിരുന്നു അന്നേരം. അവിടെ യൂണിഫോം ഒക്കെ അലക്കിയിടുന്നത് എൻ്റെ ഓർമ്മയിൽ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് ഇങ്ങനെയൊന്നും യൂണിഫോം ഒക്കെ നിന്ന് എനിക്ക് അലക്കിയിടാൻ പറ്റണത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത അന്നത്തെ. അങ്ങനെ പെട്ടെന്നിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഫീൽഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, നിനക്ക് പഴയ ഹോസ്പിറ്റലിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. നീ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ, ഇവിടെ വേക്കൻസി ഉണ്ടെന്നാ കേട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഡെയിലി ഞാൻ അവിടെയും CV അയക്കുന്നുണ്ട് മെയിൽ വഴി, പക്ഷേ എനിക്കൊരു റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ഒന്ന് ഡയറക്റ്റ് പോയി ഒന്ന് കണ്ട് അവരുടെ അടുത്തൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ദൈവമഹത്വം എന്ന് പറയട്ടെ, ഞാൻ ഒരു ദിവസം എനിക്ക് ഉണ്ടായതുപോലെ എൻ്റെ CV എടുത്ത് ഞാൻ ഒരു ദിവസം അങ്ങ് ഇറങ്ങി ഞാൻ അവിടെ HR എങ്ങനെയോ എനിക്ക് ഡയറക്റ്റ് അങ്ങനെ സെക്യൂരിറ്റി ഒന്നും കടന്ന് HR പോകാൻ പറ്റില്ല. എങ്ങനെ ഒരു സാഹചര്യം മാതാവ് അവിടെ ഒരുക്കി തന്നു. ഞാൻ HR പോയി അവിടെ ലൈൻ മാനേജറിനെ കണ്ടു. എൻ്റെ പ്രീവിയസ്ലി ഞാൻ വർക്ക് ചെയ്ത ലൈൻ മാനേജറിനെ കാണാൻ ഇടവരുത്തി. അപ്പോൾ ഞാൻ മാഡത്തിനോട് സംസാരിച്ചു. ഞാൻ മാഡത്തിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്, ഫീൽഡ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എലിജിബിലിറ്റി ലെറ്റർ ഉണ്ട്, എനിക്കിവിടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനിവിടെ ICU എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ തോളിൽ കൈയിട്ട് എന്നെയും കൂട്ടി HR പോവുകയും അവിടെ CV ഡയറക്റ്റ് അവിടെ HR കൊടുക്കുകയും ചെയ്തു. അന്ന് മാനേജർ പറഞ്ഞു അടുത്ത ഇൻ്റർവ്യൂവിന് ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വിത്തിൻ 1 വീക്കിനുള്ളിൽ എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ കോൾ വരികയും ചെയ്തു. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി. എന്നാലും ഈ ഒരു 3 മാസ കാലഘട്ടമെങ്കിലും പിടിക്കും മാക്സിമം. പക്ഷെ ആ 3 മാസം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. കാരണം നാട്ടിൽ നിന്നുള്ള കാശ്, പപ്പയെ നോക്കണം എന്നുള്ള ഒരു ഇതും കൂടെ എൻ്റെ മനസ്സിൽ വന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഹസ്ബൻഡ് കാശ് അയച്ചു തരുന്നത്. അപ്പം അതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കിട്ടുന്ന ജോലിക്ക് പോകാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ നിർബന്ധപ്രകാരം അവരെന്നെ ഒരു ദിവസം ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ട്രെയിനി ആയിട്ട് നിന്നിട്ട് നാളെ തൊട്ട് ഫെസിലിറ്റി ലൈസൻസ് ഓപ്പൺ ചെയ്തിട്ട് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേന്ന് ഒരു ദിവസം കടന്നുപോയി. ഞാനൊരു ENT OPDയിലായിരുന്നു നിന്നത്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് നിന്ന് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ദൈവത്തിന്റെ വലിയൊരു ഇടപെടലായിരുന്നു അല്ലേ? പെട്ടെന്ന് ഓഫർ ലെറ്റർ കിട്ടിയ പോലെ. പെട്ടെന്ന് ഓഫർ ലെറ്റർ കിട്ടി. കാരണം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിത്തിൻ 1 വീക്കിനുള്ളിൽ അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. ദൈവത്തിന്റെ വലിയൊരു ഇടപെടലാണ് അവിടെ കണ്ടത്. ഞാൻ അന്ന് വർക്ക് ചെയ്യാനിരുന്ന ഹോസ്പിറ്റലിൽ നിന്നും ഇരട്ടി സാലറി തന്നാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അന്നേരം തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ HR കോൺടാക്ട് ചെയ്തു. എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാഫിനെ വേണം, ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം ഒരു വീക്കിനുള്ളിൽ നടന്ന കാര്യമാണ്. വിത്തിൻ 1 വീക്കിനുള്ളിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് അവിടെ ദൈവം എനിക്ക് ഓരോ വഴികളും എനിക്ക് തുറന്നു തന്നത് സഹനത്തിലൂടെ കടന്നുപോയി. അപ്പോഴും ഞാൻ ദൈവത്തിനെ മുറുകെ പിടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ദൈവത്തിനെ അത് പഴിചാരുകയോ നീ എന്നെ കഷ്ടപ്പാടിൽ കൂടെ കടത്തി വിട്ടുവല്ലോ എന്നുള്ളതല്ല. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം എനിക്ക് എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കരുതിയിലും അപ്പുറമായിരുന്നു ദൈവം എനിക്ക് തന്ന അനുഗ്രഹിച്ചത്. ദൈവത്തിന് നന്ദി. ചേച്ചി ഈ സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിലുണ്ടായ ഒരു മാറ്റം ഒന്ന് പറയാവോ? രോഗസൗഖ്യത്തിലും ഉപരിയായിട്ട് എനിക്ക് ഒരുപാട് ബോധ്യങ്ങൾ ഈ രോഗാവസ്ഥയിൽ ഈശോ കാണിച്ചു തന്നു.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുവാണെങ്കിൽ ഞാൻ വീട്ടിൽ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, ആളെ കൊണ്ട് എല്ലാം നോക്കി നടത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ കൂട്ടായ്മയിലുള്ള നേഴ്സുമാർ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കുക്കിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ അഡ്മിറ്റായി കിടന്ന സമയത്ത് നൈറ്റിലൊന്നും എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഈ ഡേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവരവിടെ തന്നെ നിന്ന് എൻ്റെ കൂടെ നൈറ്റിൽ അവിടെ എൻ്റെ കൂടെ സ്റ്റേ ചെയ്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു കണ്ണ് തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു. കാരണം ഇതിനു മുമ്പ് എത്ര അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുവാണ് ഇതുപോലെ മറ്റുള്ളവരെ സഹായിച്ചിട്ടെന്നാണ്. അപ്പം അതെനിക്ക് കിട്ടിയൊരു വലിയൊരു ബോധ്യമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആകുലപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഇതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ട് ഈശോയുടെ ഹിതത്തിന് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തു. അതിന് ശേഷമാണ് എനിക്കൊരു സൗഖ്യം ലഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ച സമയമായിരുന്നു അത്. എൻ്റെ ഹസ്ബൻഡ് തന്നെ ആ സമയത്ത് എന്നെ പൂർണ്ണമായും ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ സമയം കണ്ടെത്തി ഹസ്ബൻഡ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കൂദാശയിൽ പങ്കെടുക്കുവാനും ഒക്കെ ശ്രമിച്ചു. അത് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഏത് കഷ്ടപ്പാടുകളിലും നമ്മുടെ ആ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കാൻ എല്ലാവരും ശ്രമിക്കും എന്നുള്ളതാണ്. ഈശോയ്ക്ക് മഹത്വം. ഇതേപോലെ ആയിരുന്നു ചേച്ചി എൻ്റെ കുടുംബത്തിലും ഈശോ വലിയ രീതിയിൽ പ്രവർത്തിച്ചത്. ഉടനെ തന്നെ എനിക്ക് ജോലിയും കിട്ടി. എനിക്ക് 3 മാസത്തിനുള്ളിൽ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് നഴ്സസ് മിനിസ്ട്രീനെ കുറിച്ച് അറിയാനും ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ 1 വർഷമായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഈ ഞാൻ കൂട്ടായ്മയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചിമാരെല്ലാവരും ചേർന്ന്. അങ്ങനെ ഒരു ദിവസം രാത്രി ഞങ്ങൾ നൈറ്റ് ഞങ്ങൾ 3-4 ചേച്ചിമാർ കൂടെ ചേർന്നിരുന്ന് ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായി. സത്യം പറഞ്ഞാൽ അന്ന് ഈ 4-5 ചേച്ചിമാരിൽ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ലേസി ആയിട്ടും, ചിലപ്പോൾ ജോലിയുടെ ഇത് കാരണമായിരിക്കാം, ക്ഷീണം കാരണമായിരിക്കാം, ഞാൻ ഒത്തിരി വീക്കായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിമാർക്ക് എല്ലാവർക്കും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയെങ്കിലും എനിക്ക് ഏറ്റവും അവസാനമായിരുന്നു കിട്ടിയത്. എന്നാലും എനിക്ക് മാതാവിൻ്റെ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി അന്ന് ആ രാത്രി. അങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സിംറ്റംസ് തുടങ്ങി. പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരെല്ലാവരും പറയുമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് മാതാവ് തൊട്ട് അനുഗ്രഹിച്ചത് എന്നെ ആയിരുന്നു എന്ന്. ഇന്ന് എൻ്റെ മോൾക്ക് 1.5 വയസ്സായി. നമ്മുടെ എല്ലാ സഹനങ്ങളിലും ദൈവമാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ സഹനങ്ങളിലും ഞങ്ങൾ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തിയ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഓരോ നിമിഷവും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഓരോ കണ്ണുനീർ തുള്ളികളുടെയും സഹനങ്ങളുടെയും പിറകിൽ ദൈവം നമുക്കായി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അനേകം സ്വർഗീയ നിധികളുണ്ട്. അത് കണ്ടെത്താൻ ആ നിമിഷങ്ങളിൽ നമുക്ക് സാധിച്ചില്ലെന്ന് വരാം. എന്നാലും വേദനകളുടെ നടുവിൽ ഈശോയുടെ മാറിൽ ചാരിയിരുന്ന് അവയെ സ്വർഗത്തിനായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.